നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും PSC പരീക്ഷയുടെ സമയക്രമത്തിൽ കുറച്ച് മാറ്റങ്ങൾ, കുറച്ച് പരിഷ്കാരങ്ങൾ PSC കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ ഇനി പരീക്ഷകൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. PSCയുടെ ആ ഒരു ടൈമിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് PSCയുടെ ഓർഡർ പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കേരള PSC ഓർഡർ ഇറക്കിയത് ഇങ്ങനെയായിരുന്നു. 2025 സെപ്റ്റംബർ 1 മുതൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ID ആൻഡ് അഡ്മിഷൻ ടിക്കറ്റിന്റെ വെരിഫിക്കേഷൻ ഉള്ള സമയം മുമ്പ് എത്രയായിരുന്നു? അത് 30 മിനിറ്റ് ആയിരുന്നു. അരമണിക്കൂറായിരുന്നു വെരിഫിക്കേഷൻ ടൈം ആയിട്ട് കൊടുത്തിരുന്നത്. നമ്മളിപ്പോൾ ഒരു 1:30 ഒരു ഹാളിൽ കയറി കഴിഞ്ഞാൽ 2 മണി വരെയാണ് ആ ഒരു വെരിഫിക്കേഷൻ ടൈം, ID-യും അതുപോലെ അഡ്മിഷൻ ടിക്കറ്റും വെരിഫൈ ചെയ്തത്. പക്ഷേ ഇനി മുതൽ അത് എത്ര മിനിറ്റ് ആയിട്ടായിരിക്കും? 20 മിനിറ്റ് ആയിരിക്കും. 1:30 എക്സാം ഹാളിൽ കയറിയാൽ 20 മിനിറ്റിൽ ആ ഒരു വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? അതായത് എക്സാം നേരത്തെ തുടങ്ങുമെന്ന് സാരം. ഓക്കെ, ഇനി അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത്രയും നാളും എക്സാം രാവിലെ സമയങ്ങളിലുള്ള എക്സാംസ് നടക്കുന്നത് 7:15 രാവിലെ 7:15 7:15 എക്സാംസ് നടന്നിരുന്നത്. എന്നാൽ അവിടെയും ഒരു വ്യത്യാസം വരുന്നുണ്ട്. 7 മണിക്കായിരിക്കും ഇനി മുതൽ എക്സാം നടക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഹോൾ ടിക്കറ്റിലൊക്കെ സമയം നോക്കി എത്രയും നേരത്തെ അവിടെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതും ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻ്റെ വീട് സ്കൂളിന്റെ മുമ്പിലായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ സമയങ്ങളിൽ കാണുന്നതാണ്. അവിടെ ഗേറ്റിന്റെ അടുത്ത് വന്ന് എത്ര പേര് നിന്ന് കരയുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിയാവോ? പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. സ്കൂൾ ഐഡന്റിഫൈ ചെയ്ത് വരുന്നതിന് താമസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ലേറ്റായി വരുന്നവരുണ്ട്, അഡ്മിഷൻ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയവർ, ID പ്രൂഫ് എടുക്കാൻ മറന്നുപോയവർ, അങ്ങനെ ഒരുപാട് പേര് അവിടെ നിന്ന് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്, കൃത്യമായിട്ട് എക്സാം ടൈമിൽ നോക്കി ആ സമയം നോക്കി പോകാതെ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ ഇറങ്ങാം. ചിലപ്പം ആ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ എത്താൻ പറ്റണം എന്നുള്ള രീതി ആ ഒരു സമയം കണക്കാക്കി വേണം നിങ്ങൾ ആ ഒരു എക്സാമിന് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കെങ്കിലും പോകാനായിട്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി മുതൽ 7 മണിക്കായിരിക്കും രാവിലെ എക്സാം വരുന്നത്. അപ്പൊ എത്രയും നേരത്തെ അവിടെ എത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി 20 മിനിറ്റിന്റെ കാര്യം മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സമയക്രമം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് അവിടെ ചില ക്ലാസ്സുകളിൽ ക്ലോക്ക് ഉണ്ടാകും അല്ലേ? പക്ഷേ ചില എക്സാം ഹാളുകളിൽ എന്തുണ്ടാകില്ല? ക്ലോക്ക് ഉണ്ടാകില്ല. നമ്മൾ ഒന്നെങ്കിൽ ആ ഒരു മണി അടിക്കുന്ന സൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു സമയം കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറിനോട് ചോദിക്കും അല്ലേ? പക്ഷെ നമ്മൾ എൻട്രിയുടെ സൈഡിൽ നിന്നും പല നിവേദനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു എക്സാം ഹാളിൽ, നമ്മളെ PSC എക്സാം ഹാളിൽ ഒരു ക്ലോക്ക് വേണം എന്നുള്ള രീതിയിൽ. ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്കിനി പ്രതീക്ഷിക്കാം, മാറ്റങ്ങളൊക്കെ ഉടനെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് നല്ലതിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയും നമ്മൾ എൻട്രിയുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാകും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി മുതൽ. കാരണം ഇത്രയും നാള് വന്ന ഒരു ടൈമിംഗ് അല്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് PSC എക്സാം എഴുതുന്നവർക്ക് ഇത്ര മണിക്ക് ഇപ്പൊ ബെല്ല് തുടങ്ങി, അല്ലെങ്കിൽ ഇത്ര മണിക്ക് അരമണിക്കൂറായി എന്നുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇനി അത് വെച്ചോണ്ടിരുന്നാൽ നമ്മൾ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ ലാസ്റ്റ് ബെല്ല് അവിടെ മുഴങ്ങും. ഓക്കെ, അതുകൊണ്ട് വളരെ അലേർട്ടായിട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളിപ്പം രാവിലെ 7 മണിക്കുള്ള എക്സാമിനാണ് പോകുന്നതെങ്കിൽ നോക്കൂ, ഇനി മുതൽ 7:15 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണി മുതൽ 8:50 വരെയുള്ള എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ നോക്കണം എത്ര മണിക്കാണ് എക്സാം, ഏത് ഡേറ്റിലാണ് എക്സാം, ഏത് സ്കൂളിലാണ് എക്സാം എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഈ സമയമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ 1-ാം മണി, അതായത് ലോങ് ബെല്ല് ഫസ്റ്റ് അടിക്കും. എത്ര മണിക്ക് അടിക്കുന്നതെന്ന് അറിയാമോ? 7 മണിക്ക് അടിക്കുക. അതായത് നിങ്ങൾ ആ 7 മണിക്ക് എക്സാം ഹാളിൽ കയറിയിരിക്കണം. മനസ്സിലായോ? അതിനുശേഷം ചെന്നാൽ അതിനകത്ത് കയറ്റത്തില്ല. ഓക്കെ, അപ്പൊ പരീക്ഷ തുടങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് പ്രവേശിക്കുന്നതിനുള്ള അറിയിപ്പാണ് ഈ ഒരു 7 മണിക്ക് മുഴങ്ങുന്ന ആ ഒരു ലോങ് ബെൽ എന്ന് പറയുന്നത്. പരീക്ഷ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ്
അസിസ്റ്റന്റ് സൂപ്രണ്ടുമാർ ചോദ്യപേപ്പർ പാക്കറ്റിന്മേൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ ശേഷം കവർ തുറന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള രണ്ടാമത്തെ ബെല്ല് വരുന്നത് 7:15 കേട്ടോ. 7:15 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കിട്ടും. അപ്പൊ 7 മണിക്ക് എക്സാം ഹാളിൽ കയറുക. 7:15 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആ ഒരു 5 മിനിറ്റ് മുമ്പായിട്ട് ആ ഒരു വിതരണം ചെയ്യുന്ന അറിയിപ്പ് വരും. ഓക്കെ, വിതരണം ചെയ്യാനുള്ള അറിയിപ്പ് വരുത്തതേ ഉള്ളൂ. 5 മിനിറ്റ് മുമ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ടുമാർ ചോദ്യപേപ്പർ പാക്കറ്റിന്മേൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ ശേഷം കവർ തുറന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അറിയിപ്പാണ്. ഈ 7:15 ബെല്ലടിക്കുമ്പോൾ അതെന്ത് ചെയ്യാണ്, അവർ പൊട്ടിക്കാൻ തുടങ്ങത്തതേ ഉള്ളൂ, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ തരത്തില്ല, അവരത് പൊട്ടിക്കത്തതേ ഉള്ളൂ. പൊട്ടിച്ചതിന് ശേഷം മൂന്നാമത്തെ ബെല്ല് മുഴങ്ങും. അതായത് നമ്മൾ പറഞ്ഞ 7:20 നമ്മൾ പറഞ്ഞല്ലോ 7 മണിക്ക് എക്സാം ആണെങ്കിൽ 20 മിനിറ്റ് ആണ് ഇനി വെരിഫിക്കേഷൻ ടൈം ഉള്ളത്. സോ 7:20 എന്ത് ചെയ്യുന്നു, ആ അടുത്ത ബെല്ലടിക്കുമ്പോൾ പരീക്ഷ തുടങ്ങുന്നതിനുള്ള അറിയിപ്പാണ്. അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മുമ്പ് 7:30 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താണ് 7:20 നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതി തുടങ്ങാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾ ചോദ്യപേപ്പറിന്മേലുള്ള പേപ്പർ സീല് തുറന്ന് പരീക്ഷ എഴുതി തുടങ്ങാനുള്ള ബെല്ലാണ് 7:20 അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 7:20 നിങ്ങൾ പരീക്ഷ തുടങ്ങി. പരീക്ഷ എഴുതി തുടങ്ങി കഴിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബെല്ല് കേൾക്കും. എത്ര മണിയായി, 7:50 ആയിട്ടുണ്ടാകും. അതാണ് അരമണിക്കൂർ കഴിഞ്ഞു എന്നുള്ള ബെല്ലാണ് നിങ്ങൾ അവിടെ കേൾക്കുന്നത്. അതിനുശേഷം 5ാമത്തെ ബെല്ല് മുഴങ്ങുന്നത് പരീക്ഷ എഴുതി തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നതിനുള്ള അറിയിപ്പായിരിക്കും. 8:20 വരുന്ന ആ ഒരു ബെല്ലെന്ന് പറയുന്നത് 8:20 1 മണിക്കൂർ ആയിട്ടുണ്ട്. അതിനുശേഷം പരീക്ഷ അവസാനിക്കുന്നതിന് 5 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് 8:45 ഒരു ബെല്ലുണ്ടാകും. അതിനുശേഷം നമ്മുടെ 7ാമത്തെ ബെല്ല് വരുന്നത് 8:50 8:50 പരീക്ഷ അവസാനിച്ചു എന്നുള്ള ബെല്ലാണ്. ക്ലാസ്സിൽ ബില്ല് പഠിപ്പിച്ച് ബില്ലെന്ന് വരത്തുള്ളൂ കേട്ടോ. ബെല്ലാണ്. ഓക്കെ, ആ ബെല്ലാണ് 8:50 വരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. രാവിലെ എക്സാം എഴുതുന്നവര് കൃത്യമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. 7 മണിക്ക് എക്സാം ഹാളിൽ കയറണം. 7:15 അവിടെ ഒരു ബെല്ല് മുഴങ്ങും. ആ ബെല്ലിൽ അവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. 7:20 നിങ്ങൾ എഴുതാനായിട്ട് തുടങ്ങുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിൽ ടീച്ചർ പറഞ്ഞു തരും. ഇനി അടുത്ത നമ്മൾ എല്ലാവരും കൂടുതൽ പേരും എഴുതുന്നത് ഈ ഒരു സമയമാണ്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സമയം. എന്നാൽ ഇപ്പോൾ അതെന്ത് ചെയ്തു, 20 മിനിറ്റ് മീൻസ് 10 മിനിറ്റ് കുറച്ചല്ലോ. അതായത് വെരിഫിക്കേഷൻ ടൈം 10 മിനിറ്റ് കുറച്ചത് കൊണ്ട് തന്നെ ഈ എക്സാമിന്റെ എൻഡ് ടൈമും കുറഞ്ഞു വരും അല്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനി മുതൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1:30 എക്സാം ഹാളിൽ കയറിയിരിക്കണം. ഓക്കെ, 1:30 എക്സാം ഹാളിൽ പരീക്ഷ തുടങ്ങുന്നതിന് 20 മിനിറ്റിന് മുമ്പ് പ്രവേശിക്കുന്നതിനുള്ള ബെല്ലാണ് 1:30 അവിടെ അടിക്കുന്നത്. ആ 1:30 അടിക്കുമ്പോൾ എക്സാം ഹാളിൽ കയറണം. അതിനുശേഷം അരമണിക്കൂർ ഉണ്ടായിരുന്നു മുമ്പ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട്. എന്നാൽ ഇനി അരമണിക്കൂർ ഇല്ല. 1:45 ആകുമ്പോഴത്തേക്കും ഒരു ബെല്ലടിക്കും. ഓക്കെ, നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിരുന്ന് 1:45 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഒരു ബെല്ലടിക്കും. ആ ബെല്ല് അടിക്കുന്ന സമയത്ത് ഇതിനിടയ്ക്കായിട്ട് വെരിഫിക്കേഷൻ നടക്കും കേട്ടോ. ആ സമയത്ത് 1:45 ആകുമ്പോഴത്തേക്കും ടീച്ചർ ആ ഒരു പൊട്ടിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് അവിടെ വിതരണം ചെയ്യും. അതിനുശേഷം 1:50 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി തുടങ്ങാം. മറ്റേത് 2 മണി ആകുമ്പോഴായിരുന്നു ഉച്ചയ്ക്ക് എഴുതി തുടങ്ങുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇനി മുതൽ 1:50 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, എക്സാം എഴുതി തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 1:50 എക്സാം എഴുതി തുടങ്ങുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ 2:20 ബെല്ലടിക്കും. അതിനുശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ 2:50 ബെല്ലടിക്കും. അതിനുശേഷം 3 മണിയാകുമ്പോഴത്തേക്കും എക്സാം അവസാനിക്കാറായി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്നറിയിക്കുന്നതിനുള്ള ബെല്ലായിരിക്കും 3 മണിക്ക് അടിക്കുന്നത്. ആൻഡ് എക്സാം അവസാനിക്കുന്ന സമയം മക്കളെ ശ്രദ്ധിച്ചോണേ. ഇനി മുതൽ 3:15 വരെ സമയമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. ഇനി മുതൽ 3:05 എക്സാം തീരും. മനസ്സിലാക്കുക, 3:05 എക്സാം അവസാനിക്കും. 3:15 വരെ സമയമുണ്ട്. ആ സമയം നീണ്ടു കിടക്കുകയാണെന്നും പറഞ്ഞ് പതിയെ ഇരുന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 3:05 നമ്മുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് ആൻസർ ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് ആൻസർ കീ വാങ്ങിച്ചുകൊണ്ട് ടീച്ചർ അങ്ങ് പോകും. ഓക്കെ, അതുകൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത്
എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു കുറച്ച് നാളത്തേക്ക് ഒരു 1-2 എക്സാം എഴുതുന്ന സമയം വരെ നിങ്ങൾക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് എന്തിനുള്ള ബെല്ലാണ്, ഈ സമയമായോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു 2 എക്സാം ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായിക്കോളും, ഇതുമായിട്ട് ഫെമിലിയർ ആയിക്കോളും കേട്ടോ. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ആ ഹാളിൽ ഇരിക്കുന്ന ടീച്ചേഴ്സിന് ഇതിനുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കുന്നു എന്ന് മാത്രം. ഇത് അതേപടി കാണാതെ പഠിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എക്സാം ഹാളിൽ ഇരിക്കുന്ന ടീച്ചർ എല്ലാം അതുപടി കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നോളും. ഓക്കെ, ഇനി 1:30 മുതൽ 3:20 വരെയുള്ള എക്സാം ആണെങ്കിൽ അവിടെയും അതേപോലെ 1:30 കയറുന്നു. 1:45 എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുന്നു. ആൻഡ് 1:50 എഴുതി തുടങ്ങുന്നു. 2:20 അരമണിക്കൂർ, 2:50 1 മണിക്കൂർ, 3:15 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നു. 3:20 എന്താണ് എക്സാം അവസാനിക്കുന്നത്. ഓരോ എക്സാംസും ഓരോരോ ടൈമിംഗ് ആണ്. ചിലതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടൈമിംഗ് കൊടുക്കും. ചില ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏത് എക്സാം ആണോ എഴുതാൻ പോകുന്നത് അതിന്റെ ഹാൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഏതാണ് ടൈമിംഗ് എന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പോയി എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക്